പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 400-ൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന അമിത ആത്മവിശ്വാസത്തിൽ ഇലക്ഷനെ നേരിട്ട ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയാണ് ഇത്തവണ കിട്ടിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ തന്നെ ബി.ജെ.പി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതെ, അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന ഫാസിയാബാദ് മണ്ഡലത്തിൽ തന്നെ ബി.ജെ.പി എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അതാണ് RR ടോക്സ് ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തങ്ങൾ നടത്തിയ വികസനങ്ങളെക്കാൾ കൂടുതൽ വർഗീയത അല്ലെങ്കിൽ ഹിന്ദുത്വം ഉയർത്തിക്കാണിച്ച് വോട്ട് പിടിക്കാനായിരുന്നു ബി.ജെ.പി ഈ ഇലക്ഷനിൽ ശ്രമിച്ചത്. എന്നാൽ ഒരു ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെയുള്ള ജനവിധിയാണോ അയോധ്യയിലെ പരാജയം? യഥാർത്ഥ കാരണങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. RR ടോക്സ് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. 2019 കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിലൂടെ ബി.ജെ.പിയുടെ ഉദ്ദേശം ഹിന്ദുത്വ അജണ്ട രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കുക എന്നായിരുന്നു. എന്നാൽ അയോധ്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ക്ഷേത്രം വരുന്നതോടുകൂടി ധാരാളം പ്രതീക്ഷയായിരുന്നു. തങ്ങളുടെ ജീവിത നിലവാരം ഉയരുമെന്നും തങ്ങൾക്ക് വ്യവസായത്തിനും മറ്റു ബിസിനസ്സുകൾക്കുമുള്ള അവസരങ്ങൾ ലഭിക്കുമെന്നും അതിലൂടെ തങ്ങളുടെ ജീവിതം മെച്ചപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു ജനങ്ങൾ, അതായത് അയോധ്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ. ഈ വിശ്വാസം തന്നെയാണ് 2019 മൃഗീയ ഭൂരിപക്ഷത്തിൽ അയോധ്യയിലടക്കം ബി.ജെ.പിക്ക് വിജയിക്കാൻ സാധിച്ചത്. എന്നാൽ ബി.ജെ.പി 2019 വിജയിച്ച ശേഷം രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ശരിക്കും സംഭവിച്ച എന്താണെന്ന് അറിഞ്ഞാൽ യഥാർത്ഥത്തിൽ ബി.ജെ.പി അയോധ്യയിൽ, അതായത് ഫാസിയാബാദിൽ പരാജയപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് വ്യക്തമാകും. അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിലൂടെ ബി.ജെ.പി ശരിക്കും ചെയ്തത് അയോധ്യയെ കോർപ്പറേറ്റ് വൽക്കരിക്കുകയായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചില്ല എന്നതാണ് യഥാർത്ഥ സത്യം. അയോധ്യ ക്ഷേത്രത്തിൽ സെൽഫി പോയിന്റ് എന്നൊരു സ്ഥലമുണ്ട്. ഈ സെൽഫി പോയിന്റിൽ നിന്ന് വരുന്ന ഭക്തർക്ക് സെൽഫി എടുക്കാം. ഈ പ്രത്യേക സെൽഫി പോയിന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏകദേശം 25ഓളം കടകൾ ഒഴിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ കടകൾ ഒഴിപ്പിക്കുമ്പോൾ ഈ കടക്കാരോട് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ന്യായമായ പ്രതിഫലം നൽകും, പുതിയ ബിൽഡിങ്ങുകളിൽ നിങ്ങൾക്ക് ഓരോ കടമുറികൾ നൽകും എന്നൊക്കെ തന്നെയായിരുന്നു. എന്നാൽ അറിയാൻ സാധിച്ചത് പരമാവധി 2 ലക്ഷം രൂപ വരെയാണ് ഓരോ കടമുറി ഉടമകൾക്കും ലഭിച്ചത്. എന്നാൽ തുടർന്ന് കടമുറികൾ പുതിയത് ലഭിക്കുമോ എന്നറിയാൻ ചെന്നപ്പോൾ അറിയാൻ സാധിച്ചത് 25 ലക്ഷം രൂപ ദ്രവ്യമായി കെട്ടിവെച്ചാൽ 20-25 വർഷത്തേക്ക് കടമുറികൾ നൽകാം എന്നതായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് തങ്ങളുടെ അന്നന്നത്തെ ആഹാരത്തിന് വഴി കണ്ടെത്തിയിരുന്ന കടമുറികൾ തുച്ഛമായ വിലയ്ക്ക് കൊടുക്കേണ്ടി വന്ന ദയനീയമായ അവസ്ഥ. ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കാതെ തന്നെ ബി.ജെ.പിക്കെതിരെ എന്തുകൊണ്ട് അയോധ്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നതിനുള്ള ഒന്നാമത്തെ കാരണമാണിത്. ഈ 2024 ലോക്സഭാ ഇലക്ഷനിലെ ബി.ജെ.പിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് യു.പിയിലെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞതും പ്രത്യേകിച്ച് അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ പരാജയവും. എന്തായാലും വർഗീയത എന്ന ആയുധം കൊണ്ട് ഇനിയുള്ള കാലം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ജനാധിപത്യത്തെ വിലക്കെടുക്കാൻ പറ്റില്ല എന്നൊരു വലിയ സന്ദേശം 2024 ഇലക്ഷൻ റിസൾട്ട് ബി.ജെ.പിക്ക് നൽകി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ അയോധ്യയിലെ ഫാസിയാബാദിലെ വിജയത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അവധേഷ് പ്രസാദ് എന്നയാൾ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാൾ ഒരു ജനറൽ കാറ്റഗറി സീറ്റിൽ മത്സരിച്ച് ജയിക്കുക എന്നത് വളരെ വലിയൊരു കാര്യമാണ് ഇന്ത്യ പോലൊരു രാജ്യത്ത്. നമ്മുടെ കേരളത്തിൽ പോലും അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറം ജനാധിപത്യ വിശ്വാസികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ജനാധിപത്യത്തിന് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. നല്ല നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ബി.ജെ.പി തങ്ങളുടെ തെറ്റുകൾ തിരുത്തി പ്രവർത്തിക്കും എന്ന് പ്രത്യാശിക്കാം. ജാതിയും മതവും മാത്രം കൊണ്ട് വോട്ട് നേടാമെന്ന വ്യാമോഹം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ വിഷയത്തിൽ RR ടോക്സിൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.